ഇല്ലിക്കൽ അർദ്ധനാരീശ്വര ക്ഷേത്രാങ്കണത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. ക്ഷേത്രം തന്ത്രി രാകേഷ്, മേൽശാന്തി കണ്ണൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ പ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. കുമ്പളങ്ങി ഇല്ലിക്കൽ അർദ്ധനാരീശ്വര ക്ഷേത്രാങ്കണത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാ ദിനം നടത്തി. ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവിലേക്ക് കണ്ട് ചർച്ച ചെയ്ത് ഗുരുവിന്റെ ആശീർവാദത്തോടും അനുവാദത്തോടും കൂടി 120 കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ജാതി പറയുന്നില്ല, ജാതി പറയണമെന്ന് എഴുതിയിട്ടുള്ളൂ. ഭരണഘടന വകുപ്പ് കൂടി ഇവിടെ പഠിച്ചത് 15 രൂപ കൊടുത്താൽ അത് ദിവാനുള്ള ഉത്തരവാണ്. ഈഴവന്റെ ഔദ്യോഗിക വിദ്യാഭ്യാസം, ആരാധന, വ്യവസായം ഉൾപ്പെടെ അരിപ്പുറത്തും ആവശ്യത്തിന് മറ്റു പ്രദേശങ്ങളിൽ ബ്രാഞ്ച് സ്ഥാപിച്ച് നടത്തുവാൻ അധികാരം രാജാവിൽ ദിവസം. ക്ഷേത്രം തന്ത്രി രാകേഷ്, മേൽശാന്തി കണ്ണൻ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ദേവസ്വം പ്രസിഡന്റ് KM പ്രതാപൻ, സെക്രട്ടറി TS ശശികുമാർ, കൊച്ചി യൂണിയൻ പ്രസിഡന്റ് AK സന്തോഷ്, കൊച്ചി MLA KJ മാക്സി, TA ജോസഫ്, CK ടെൽഫി, NN സുഗുണപാലൻ, NS സുമേഷ്, ഷിബു ശിവൻ, കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ്, SNDP യോഗം കൊച്ചി യൂണിയൻ സെക്രട്ടറി ഷൈൻ കൂട്ടുങ്കൽ, SNDP യോഗം കൊച്ചി യൂണിയൻ വൈസ് പ്രസിഡന്റ് CP കിഷോർ എന്നിവർ സംസാരിച്ചു. ശ്രീ CK ടെൽഫി അവർ ഈ വെങ്കല പ്രതിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അതിന്റെ എല്ലാ ചുമതലകളും ഏൽക്കുകയും അതിനോടനുബന്ധിച്ച് വളരെ ആത്മാർത്ഥമായ പരിശ്രമങ്ങളും മറ്റ് നടപടികളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശനത്തിൽ ഒന്നാണ് കുമ്പളങ്ങിയിലെ അർദ്ധനാരീശ്വര ക്ഷേത്രം. ഗുരുദേവന്റെ വെങ്കല പ്രതിഷ്ഠ ആദ്യമായി സ്ഥാപിക്കുക. ഈ അവസരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഗുരുദേവ തൃപ്പാദങ്ങളാൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ട ഇല്ലിക്കൽ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ നിന്ന് മഹാഗുരുവിന്റെ പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും വളരെ ആനന്ദകരമായിട്ടുള്ളൊരു മുഹൂർത്തമായിരുന്നു അത്. ശ്രീനാരായണ ഗുരുദേവൻ ഈ കേരളത്തിൽ അവതരിക്കുകയും ഗുരുവിന്റെ കർമ്മങ്ങൾ കൊണ്ട് കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ പരിവർത്തനങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എവിടെയും എന്ത് ചോദിക്കുമ്പോഴും നിന്റെ ജാതി എന്താണ്, നീ ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണ് എന്നൊരു ചോദ്യമുണ്ട്. അതൊരിക്കലും ശരിയല്ല എന്ന് ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചത് ആപ്തവാക്യമുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള ഒരു ആപ്തവാക്യവും കൂടിയുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ വീക്ഷണവും പ്രബോധനവും ഏറ്റവും അടിത്തറയുള്ള ഒന്നാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. പക്ഷെ ഇന്ന് ഇതാരെങ്കിലും അനുസരിക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. കാരണം ശ്രീനാരായണ ഗുരുവുണ്ടായ ദർശനം നമ്മൾ സംസാരിക്കുന്ന പോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ളത്. SNDP യോഗം കൊച്ചി യൂണിയൻ മൂവ്മെന്റ് പ്രസിഡന്റ് ഡോക്ടർ അരുൺ അമ്പു,
യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി അർജുൻ അരമുറിയിൽ, വൈസ് പ്രസിഡന്റ് അജയഘോഷ് രവി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. We are certified swimming instructors from Interdive. ഈ സമ്മറിൽ Interdive is coming up with lots of swimming activities. Not only for just 10 days, But at 20 days exclusive classes from every Monday to Saturday. class timings from morning 6 a.m. to 12 p.m., then afternoon 2 p.m. to 9 p.m. And after 20 days class, Interdive is providing you with free trial beach swimming with full safety and awareness.